ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കട്ട്ലറ്റാണ്. അപ്പോൾ ഫ്രോസൺ ആക്കി വെക്കുന്ന ഒരു കട്ട്ലറ്റാണ്. അതെങ്ങനെ വെക്കുന്നതെന്നുള്ള ആ ഒരു രീതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രോസൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. ഒരു മാസമൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. അത് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 50 പീസ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളിതാ ബീൻസാണ് എടുത്തത്. അതും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു 20 പീസിൽ കൂടുതലുണ്ട്, 25 പീസ് എടുക്കാം. അപ്പോൾ കോളിഫ്ലവറും എടുത്തിട്ടുണ്ട്, അത് 2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നന്നായി ചെറുതാക്കി കട്ട് ചെയ്ത് ഇനി ഇതാ പാനിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാള നല്ലോണം ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് കളർ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് കുറച്ചൊന്ന് നീക്കിയിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10 പീസോളം പച്ചമുളക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ല ചെറുതാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾക്ക് ആ ഒരു പച്ചമുളകിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിൻ്റെ എല്ലാം സ്മെല്ല് മാറുന്ന വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീൻസ് ഇട്ടിട്ടുണ്ട്, കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ പീസാണ്. അതും 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ക്യാരറ്റൊക്കെ എടുക്കുന്നെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് വെന്ത് കിട്ടാനായിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയ ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഗരം മസാല ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അതുപോലെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതും 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പച്ചമുളക് ചേർത്തുകൊണ്ട് നമ്മൾ എരിവിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും 1 ടീസ്പൂണാണ്. ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ, അതുകൊണ്ട് അതിൽ 2 എണ്ണം, അത് 1 ടീസ്പൂൺ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അത് 7 എണ്ണം ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 5 എണ്ണം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. ഏതൊരു കട്ട്ലേറ്റിലേക്കും മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. വെജ് കട്ട്ലേറ്റ് ആയാലും ചിക്കൻ കട്ട്ലേറ്റ് ആയാലും നമുക്ക് ഉരുളക്കിഴങ്ങ് മസ്റ്റാണ്. അപ്പോൾ അത് നമുക്കിതാ ഇത് 5 എണ്ണം ഞാനിത് പൊടിച്ച് റെഡിയാക്കുന്നുണ്ട്. നമ്മൾ ഇത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഉടച്ചെടുക്കണം. നല്ലോണം ഫൈനായിട്ട് ഉടക്കണ്ട, ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് ഉടക്കേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ മസാലയെല്ലാം നല്ല രീതിയിൽ വഴന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷെ ഇത് ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് കൂടുതൽ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്ത് ആ ഒരു ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഉടഞ്ഞു കിട്ടുന്നതല്ല, ചെറിയ തരിയൊക്കെ ഉണ്ടാവട്ടെ ഇതിൽ. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നല്ലോണം ഉടഞ്ഞാൽ നമ്മളിത് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ലൂസായിപ്പോവും. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടും വരണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിതിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഓയിൽ ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ഇത് വഴറ്റിയെടുത്തത്. ആ ഓയിലിന് പകരമായിട്ട് ബട്ടർ ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓയിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ബട്ടർ തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 കപ്പോളം ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ബ്രെഡ് പൊടി നമ്മൾ ഈ ഒരു കട്ട്ലേറ്റിന് ഒരു കട്ടിയായിട്ട് നിൽക്കാനും പിന്നെ ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ നമ്മുടെ ഇതിലേക്ക് മല്ലിയില ചേർത്ത് 1 കൈ നിറയെ മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ബ്രെഡ് പൊടി ഇട്ടാൽ ടേസ്റ്റ് കൂടേ ഉള്ളൂ. നിങ്ങൾക്ക് എരിവും ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു മധുരവും ഒക്കെ ആകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്ന കട്ട്ലേറ്റ്. ഓരോരാൾ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കട്ട്ലേറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ.
ഇനി നമ്മൾ എടുക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയ്ക്ക് പകരം കോൺഫ്ലോർ ആണ് കേട്ടോ യൂസ് ആക്കുന്നത്. മുട്ട യൂസ് ആക്കാം. കോൺഫ്ലോർ ആകുമ്പോൾ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന ഓയിൽ അധികം മോശമാവാതെ നമുക്ക് ലാസ്റ്റ് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ടയാകുമ്പോൾ അത് പെട്ടെന്ന് അത് പത വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ കോൺഫ്ലോർ എടുത്താൽ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് കട്ട്ലേറ്റിൻ്റെ ഓരോന്ന് എടുത്തിട്ട് നമുക്കത് ഷേപ്പാക്കിയെടുക്കാം. നമ്മളിത് മാസങ്ങളോളം കേടുവരാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ. നമ്മൾ ഇതുപോലെ ഷേപ്പാക്കിയ ശേഷം ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ആ ഒരു ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഫസ്റ്റ് ഇതുപോലെ ചെയ്യണം. ഇനി ഇത് നല്ല ഷേപ്പാക്കിയ ശേഷം മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു അളവ് എനിക്ക് 50 പീസാണ് കേട്ടോ കിട്ടിയത് കട്ട്ലറ്റ്. അപ്പോൾ അതുപോലെ റെഡിയാക്കിയ ശേഷം നമ്മളിതാ നേരത്തെ ഉണ്ടാക്കി വെച്ച കോൺഫ്ലവർ ഉണ്ടല്ലോ അതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും കുറച്ചെണ്ണം ഇതുപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് പീസ് ആക്കിയ ശേഷം നമ്മൾ ഇത് ഒന്നും കൂടി ഷേപ്പാക്കി എടുക്കാം. നല്ല ഷേപ്പാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ അതിൻ്റെ പുറന്തോട് നല്ല കട്ടിയായിട്ടുണ്ടാവും. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രീസറിൽ വെക്കാന്ന്. ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ പിന്നീടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റി വെക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ വീണ്ടും എടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് വീണ്ടും അതൊന്ന് തിരിച്ചിട്ട് വീണ്ടും ഫ്രീസറിൽ വെക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവും. അത് എങ്ങനെ പാക്ക് ചെയ്താലും പിന്നെ പ്രശ്നം ഉണ്ടാവില്ല, പൊട്ടിപ്പോയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടെ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഇത് 1 മണിക്കൂറാണ് ഞാൻ വെച്ചത്. ഇനി നമുക്കിതാ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെക്കാത്തതാണ് ഫ്രൈ ചെയ്യുന്നത്. ഫ്രീസറിൽ വെച്ചതാണെങ്കിൽ അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷമാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഷാലു ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ആക്കട്ടെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ കട്ട്ലറ്റ് എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല ഐസ് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പാക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ സിപ്ലോക്ക് കവറിലും വെക്കാം, നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ബോക്സിലും വെക്കാം. ബോക്സിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു പ്രാവശ്യം എടുക്കുന്ന അങ്ങനെ വെക്കണം, അങ്ങനെ വെക്കാം. ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ബോക്സിലും സിപ്ലോക്ക് കവറിലും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം നമ്മൾ ഇത് പുറത്ത് വെക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് വെക്കണ്ടല്ലോ, ആവശ്യത്തിന് മാത്രം എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഡബിൾ കോട്ടിങ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ പുറന്തോട് നല്ല ഒരു കട്ടിയായിട്ടുണ്ടാവും, കാണാനും കുറച്ചും കൂടെ വലുപ്പവും ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.